പള്ളിമണി മുഴങ്ങി വിണ്ണിലതു പരന്നു ഉള്ളിലുണരുകയാ സ്വർഗീയ സ്തുതിയലകൾ. പള്ളിമണി മുഴങ്ങി വിണ്ണിലതു പരന്നു ഉള്ളിലുണരുകയാ സ്വർഗീയ സ്തുതിയലകൾ. ഉണരുണരു പ്രിയജനമേ, അണയൂ വേഗമണയൂ, ഇതാ ഇതാ തിരിതെളിഞ്ഞു ഗാഗുൽത്തായുടെ വിരി തുറന്നു. ഉണരുണരു പ്രിയജനമേ, അണയൂ വേഗമണയൂ, ഇതാ ഇതാ തിരിതെളിഞ്ഞു ഗാഗുൽത്തായുടെ വിരി തുറന്നു. പള്ളിമണി മുഴങ്ങി വിണ്ണിലതു പരന്നു ഉള്ളിലുണരുകയാ സ്വർഗീയ സ്തുതിയലകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാ ഷാലോം TV പ്രേക്ഷകരെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടാണ് ഈ ബലി നാം അർപ്പിക്കുക. ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സുവിശേഷകനായ ലൂക്ക, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സഹപ്രവർത്തകൻ, സുവിശേഷം കുറിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷമാകാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഈ വലിയ ആരാധന, വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു,
മഹത്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവ് തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങ് മാത്രം പരിപാവനൻ അങ്ങ് താനേകനാം നാഥൻ മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മനസ്സങ്ങളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചുവാൻ ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവൻ ഇല്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സ്രഷ്ടാവാണ്. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും
കർത്താവിൻ്റേതെന്ന് കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്നു വിറക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പൗലോസും സിൽവാനോസും തിമോത്തേയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 22, വാക്യങ്ങൾ 15 മുതൽ. അക്കാലത്ത് ഫരീസയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം നമ്മുടെ എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സീസറിന്
നികുതി കൊടുക്കുന്നത് ഉചിതമാണോ? യേശുവിനെ വാക്കിൽ കൊടുക്കാനായി ശത്രുക്കൾ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. സീസറിന് നികുതി കൊടുക്കണമോ? സീസറിന് നികുതി കൊടുക്കണ്ട എന്നാണ് കർത്താവ് പറയുന്നതെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. കർത്താവിനെ പിടിക്കാം അവർക്ക്. ചക്രവർത്തിക്ക് നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞവൻ ഉടനെ പിടികൂടും. ഇനി നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാലോ? നികുതി കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ യഹൂദരും ഈശോയ്ക്ക് എതിരാകും. കാരണം റോമൻ ആധിപത്യത്തിൽ, അടിമത്തത്തിൽ ജീവിക്കുന്ന യഹൂദജനം. അപ്പം ഞങ്ങൾ നികുതി കൊടുക്കണം അല്ലേ? അപ്പോൾ നീ അവരെ കൂടിയാണ്. അപ്പം കൊടുക്കരുതെന്ന് പറഞ്ഞാലും കൊടുക്കണമെന്ന് പറഞ്ഞാലും രണ്ട് വിധത്തിലും കർത്താവിനെ അവർക്ക് പിടിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ജ്ഞാനത്തിൽ നിറഞ്ഞ് സുന്ദരമായ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. നാണയം എന്നെ കാണിക്കുക, നികുതി നാണയം എന്നെ കാണിക്കുക. ഈ നാണയത്തിൽ ആരുടെ ലിഖിതമാണുള്ളത്? അവർ പറഞ്ഞു സീസറിൻ്റെ നാണയമാണിത്. ഉടനെ കർത്താവ് പറയുന്നു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഏറ്റവും സുന്ദരമായ ഒരു ഉത്തരമാണ് കർത്താവ് നൽകുന്നത്. എന്തോ ഒരു ബുദ്ധിയാണത്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം, സീസറിനുള്ളത് സീസറിന് കൊടുക്കണം. ദൈവത്തിനുള്ളത് കൊടുക്കണം, ലോകത്തിനുള്ളത് കൊടുക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ സ്നേഹം, അനശ്വരത. ദൈവത്തിൻ്റെ നന്മയിൽ നാം സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സ്നേഹം നാം ഉളവായി, അനശ്വരത, ഇറ്റേണിറ്റി, മരണത്തിനപ്പുറവും തീരാത്ത ഒരു ജീവിതം, നിത്യത. അതാണ് ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ ഛായ. സങ്കീർത്തകൻ പറയുന്നില്ലേ, മാൻപേട നീർച്ചാലുകൾ തേടുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ദാഹമുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി. അവിടെയാണ് പൂർണ്ണത, ഫുൾഫിൽമെൻ്റ്. നമ്മുടെ സൗഖ്യം, നമ്മുടെ ബലം, നമ്മുടെ ശക്തി ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നില്ലേ, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ. എൻ്റെ ദൈവമേ, അങ്ങേ കണ്ടെത്തുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക.
ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ മറക്കരുത്. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ജപമാല ചൊല്ലുകയാണ്. എന്താണ് ജപമാല പ്രിയപ്പെട്ടവരെ? ത്രിത്വൈക ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ജപമാല. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 6-ാം വചനം പറയുന്നുണ്ട്. പിതാവായ ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? പിതാവായ ദൈവം ചോദിക്കുകയാണ്. 24 മണിക്കൂർ തന്നിട്ട് എത്ര നേരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കുടുംബമായിട്ട് ഒന്നായിരുന്ന് ഈ എളിയ പ്രാർത്ഥന കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒന്നിച്ചിരുന്ന് ചെല്ലാവുന്ന ജപമാല, ആഗോള കത്തോലിക്ക തിരുസഭ ഒരുമിച്ച് ചെല്ലുന്ന ജപമാല, എത്ര കുടുംബങ്ങളിൽ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്? വീണ്ടും പുത്രനായ ദൈവത്തിന് മഹത്വമാണിത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ്, പീഡാസഹനത്തിന് മുൻപ്, ഗെത്സമൻ തോട്ടത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും ഈശോ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് പറയുന്നു, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഒരുമിച്ച് ജപമാല പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ഈശോയുടെ വചനം നമ്മൾ അനുസരിക്കുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ കുടുംബത്തിൽ മുഴുവനും നിറയുകയാണ്. കാരണം അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നു. അമ്മ കടന്നു ചെന്ന കുടുംബം എലിസബത്തിൻ്റെ കുടുംബം. എലിസബത്തും ഉദരത്തിലെ കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. അമ്മയോട് ചേർന്നിരിക്കുമ്പോഴല്ലേ നടപടി പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വചനത്തിൽ അമ്മയോട് ചേർന്നിരിക്കുമ്പോഴല്ലേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായത്. അപ്പം ത്രിത്വൈക ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് പ്രിയപ്പെട്ടവരെ ജപമാല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഇത് മറന്നു പോകരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഞാൻ ഓർക്കാണ്, ഒരു അപ്പൻ 5 മക്കൾ, 5 മക്കളെയും ദൈവമില്ലാതെ വളർത്തി, തോന്നിയ പോലെ വളർത്തി, പ്രാർത്ഥനയില്ലാതെ വളർത്തി, വചനം പഠിപ്പിച്ചില്ല, ദൈവത്തെ കൊടുത്തില്ല. ഇന്നെന്ത് സംഭവിച്ചു? ആ മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരിലും ദുഃഖത്തിലുമാണ്. വഴിപിടച്ചു പോയ മക്കളെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിലാണ് നമ്മൾ. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഈശോ പ്രാർത്ഥിക്കുന്നില്ലേ, പിതാവേ, ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രപഞ്ചത്തെ, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് മറക്കരുത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഭൂമിയെ മാലിന്യത്തിൽ നിറക്കുന്ന അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കേണ്ട ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. നമ്മുടെ അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ മഹാമാരിയുടെ സമയത്ത് ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ അവർ തരുമ്പോൾ നാം അത് പാലിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സന്ദേശം ചുരുക്കുകയാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഛായയിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ നന്മയിൽ, ദൈവത്തിൻ്റെ അനശ്വരതയിൽ സൃഷ്ടിക്കപ്പെട്ട മക്കളായി നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ലോക നന്മ
ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ഈശോയെ, എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്വരൂപനായ ദൈവമേ, പഠിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും ബുദ്ധിയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശ്രീ ബെന്നി പുന്നത്തറ സാറിനെയും ശാലോം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉയർപ്പും ജീവനുമായ യേശുവേ, മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലേണമേ. ആമേൻ. ദൈവമേകുന്നു ഞാൻ എന്നെ നിൻ തിരുമുൻപിൽ സാദരം താതാ. നിൻ തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ചയായി താതാ. ദൈവമേകുന്നു ഞാൻ എന്നെ നിൻ തിരുമുൻപിൽ സാദരം താതാ. നിൻ തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ച
കാഴ്ചയായി നാഥാ. എൻ ചിന്തയിൽ വാക്കിൽ നോക്കിൽ കർമ്മത്തിൽ എല്ലാം നീ നിറയേണമേ. മാർഗി ചരിക്കാൻ കനിവോടെ നിൻ വരം തൂകണി എന്നിൽ നീ നാഥാ. എൻ ചിന്തയിൽ വാക്കിൽ നോക്കിൽ കർമ്മത്തിൽ എല്ലാം നീ നിറയേണമേ. മാർഗി ചരിക്കാൻ കനിവോടെ നിൻ വരം തൂകണി എന്നിൽ നീ നാഥാ. കാഴ്ച നൽകിയ നാഥ, പാപിയെ സ്നേഹിച്ച നാഥ, പാപിയാമെന്നെയും നീ നയിക്കൂ, ഇടറാതെ വീഴാതെ എന്നും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോട് അങ്ങേക്കു നന്ദി ചൊല്ലാം. ആയുധയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഉദ്ധിതനാകുമേശു മഹേശൻ സ്വർഗത്തിലെത്തി തന്നാത്മാവിനെ ശിക്ഷഗണത്തിന് ശക്തിയേകിടുവാൻ വാഗ്ദാനം ചെയ്തയച്ചുവല്ലോ. അഗ്നിയിൽ ആത്മാവിൽ അഭിഷിക്തരായവർ പ്രേക്ഷിതരായെങ്ങും പോയിടുവാ. ആകയാൽ അമോദവായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപനാം അങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ.
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്കായി നിലനിൽക്കുവാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടന്നൊറ്റിക്കൊടുക്കപ്പെട്ട് മനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപകളും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യാസികളോടും അൽമായ സഹോദരങ്ങളോടൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഈ ബലിയിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് ഇന്ന് ഞങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കായോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകൾ ഉദ്ബോധിതരായും ദിവ്യോപദേശ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നന്ന് വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടണം. അന്യർക്കൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് നീ കാത്തിടണം. സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ ഈശോയെ, രോഗികളായിട്ടുള്ള എല്ലാവരെയും സുഖപ്പെടുത്തണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിലെ സമാധാനം സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും
ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഈശോയെ, സമാധാനം, സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. ജപമാല ചൊല്ലുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും അങ്ങയുടെ സമാധാനവും സന്തോഷവും രക്ഷയും നൽകാൻ കനിയണമേ. എന്നെന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടലേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ തരുന്ന സമാധാനം പരസ്പരം നമുക്ക് ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായ നാം ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം പ്രത്യാശയിലേക്ക്, ജീവിത വിജയത്തിലേക്ക് നമ്മെല്ലാവരെയും നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. ഈ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് പ്രാർത്ഥിച്ച
എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വാനവദൂതൻ തൻ മണിനാദമേതാ കേൾക്കുന്നു.